പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന പോലെ ദിയാദനവുമായി ബന്ധപ്പെട്ട ചർച്ചകളല്ല. പ്രധാനമായും മാപ്പ് നൽകണോ വേണ്ടേ എന്ന കാര്യത്തിലാണ് ശരിക്കും ആ കുടുംബത്തിന് തീരുമാനം എത്തേണ്ടത്. അതിലേക്ക് അവരെ പ്രേരിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇതിൽ കുടുംബത്തിനകത്ത് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പ്രാദേശികമായും ഗോത്രവിഭാഗത്തിനൊക്കെ തന്നെ അതിശക്തമായ നിലപാട് ഇക്കാര്യത്തിലുണ്ട്. ഇതിൽ പിന്നോട്ട് പോകരുത് എന്നൊരു നിലപാട് ഉണ്ട്. മാപ്പ് കൊടുക്കേണ്ടതില്ല എന്നൊരു നിലപാടുണ്ടായിരുന്നു. അതിൽ നിന്ന് എത്രത്തോളം മാറ്റാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവർ സാധാരണഗതിയിൽ ഇത്തരം ചർച്ചകൾ വലിയ തോതിൽ സഹകരിക്കില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ചർച്ചകൾ അവസാനിപ്പിച്ച് പോവുകയായിരുന്നു കഴിഞ്ഞ തവണയൊക്കെയും നടന്നത്. അതുപോലും വളരെ ഔദ്യോഗികമായി തന്നെ നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ചർച്ചകളിൽ അവർ ഒരു സന്നദ്ധരായി ഇരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ പ്രതിനിധികൾ, ഹബീബ് ഉമറിൻ്റെ പ്രതിനിധികളും കാന്തപുരത്തെ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ നിമിഷ ആക്ഷൻ കൗൺസിലിന് ലഭിക്കുന്ന യമനിന് ലഭിക്കുന്ന സൂചനകളും പ്രതീക്ഷാപരം തന്നെയാണ്. അതിൽ ആ ചർച്ചയിൽ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുക അല്ലാതെ വേറെ വഴികളില്ല. കാരണം കേന്ദ്ര സർക്കാർ തന്നെ ഇടപെടലുകൾക്ക് പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞു. കാരണം യമൻ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ രാഷ്ട്രീയ ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലമാണ്. ഒരു വശത്ത് യമനി ഹൂത്തികൾ ഷിയ ഹൂത്തികളുടെ ഭരണപ്രദേശമാണ്. അവിടെയാണ് നിമിഷപ്രിയ ജയിലിലുള്ളത്. മറുഭാഗം സർക്കാർ, ഔദ്യോഗികമായിട്ടെങ്കിലും ഒരു സർക്കാർ എന്ന സംവിധാനമുള്ളത് അത് സൗദി അറേബ്യയുമായി സഹകരണത്തിലുള്ള ഒരു സർക്കാരിന് രണ്ട് ഭാഗമായി തന്നെ യമനി ശരിക്കും അങ്ങനെ രാഷ്ട്രീയ ഭൂപടം ഉണ്ട്. അതേസമയം തന്നെ പല സ്ഥലങ്ങളിലും വലിയ സ്വാധീനമുള്ള ഗോത്ര സമൂഹങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരു സങ്കീർണവും സമ്മിശ്രവുമായ ഒരു ഭൂപ്രകൃതിയും രാഷ്ട്രീയ ഭൂപടമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര സർക്കാരിനോ മറ്റു നമ്മൾ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ UAE-യിലോ നമ്മൾ എംബസി വഴി മുഖേന കേന്ദ്ര സർക്കാരിന് മറ്റും ഇടപെടുന്നതിന് കഴിയുന്നത് പോലെ കഴിയില്ല. അവിടെ യമനിലെ എംബസി സനയിൽ അല്ല, നമ്മൾ യമൻ്റെ തലസ്ഥാനം സനയിലല്ല ഉള്ളത്. പകരം ആദ്യഘട്ടത്തിൽ ജിബൂട്ടിയിലായിരുന്നു. ഇപ്പോൾ സൗദി അറേബ്യയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അത് തന്നെ എത്രത്തോളം നയതന്ത്ര ഇടപെടലുകൾക്ക് സ്പേസ് ഉണ്ട് എന്ന് തന്നെ ആ പരിമിതിയുടെ ഒരു പ്രശ്നം മനസ്സിലാക്കാൻ കഴിയും. അതേസമയം തന്നെ അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളുണ്ട്, അവരിടപെടുന്ന ആൾക്കാരുണ്ട്. അവരും ഈ ചർച്ചകളൊക്കെ തന്നെയും ഒരു വശത്ത് പോകുന്നുണ്ട്. അവരാണ് ഈ ലീഗൽ ഫൈറ്റുമായി ബന്ധപ്പെട്ടൊക്കെ ആക്ഷൻ കൗൺസിലിന് സഹായമൊക്കെ നൽകുന്നത്. അവിടുത്തെ അറ്റോർണിയുമായും അവിടുത്തെ പ്രോസിക്യൂട്ടറുമായിട്ടൊക്കെ സംഭാഷണങ്ങൾ നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ തന്നെ കേന്ദ്രം അംഗീകരിച്ചിരിക്കുന്നത് തന്നെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇക്കാര്യത്തിൽ നീട്ടിവെക്കുന്നതിൽ ഇടപെട്ടു എന്ന് തന്നെയാണ്. അതായത് വധശിക്ഷ നീട്ടിവെക്കുന്നതിൽ ഇടപെട്ടു, അത് വിജയം കണ്ടു എന്നവർ പറയുമ്പോൾ അതിലൊരു വശത്ത് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ അതിലേക്ക് നയിച്ചത് ഈ ഒരു ചർച്ചയാണ്. ഒരു ചർച്ച ഇക്കാര്യത്തിൽ നടക്കുന്നത് കൊണ്ടാണ് അതിൽ നീട്ടിവെക്കാമെന്ന് പറയാൻ അവർക്ക് സുപ്രീം കോടതി, അവിടുത്തെ കോടതിയിൽ പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ നീട്ടിവെച്ചിരിക്കുന്ന വലിയ ആശ്വാസമാണ്. ചർച്ചകൾക്ക് കുറച്ചുകൂടി ഇടം കിട്ടുമെന്നുള്ളതാണ്. ആ ചർച്ചകളിലൂടെ ആ കുടുംബത്തെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞാൽ, ഈ പണ്ഡിതന്മാർക്കും ഗോത്രവിഭാഗ നേതാക്കന്മാർക്കും മറ്റുമൊക്കെ കഴിഞ്ഞാൽ അതിലൊരു തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും നിലവിലെ അവസ്ഥയിൽ വലിയ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങൾ വരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ശരി അസ്ലം.